യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തീരുമാനം അത് പുനഃപരിശോധിക്കില്ല എന്നാണ് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് പറയുന്നത്. അബിൻ വർക്കിയുടെ പരാതി ലഭിച്ചിട്ടില്ല എന്നും ഉദയ് ഭാനു വ്യക്തമാക്കി. And I haven't talked with him. He hasn't approached to me right now. We'll see what is the issue. He's a loyal soldier of the party, and he will do whatever responsibility he will given. And it's a very important responsibility, but he has given. After this request, will the decision be reconsidered? I don't think so. He's a loyal soldier, and he's a potential candidate. We will discuss it. Let me hear what he has. What he has in his mind, what he want to share with me. ഡൽഹിയിൽ നിന്ന് ബി ബാലഗോപാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഈ സംസ്ഥാന അധ്യക്ഷൻ ആ ഉത്തരവ് വന്നതിന് പിന്നാലെ അഭിജിത്തും അബിനും ഡൽഹിയിലേക്കാണ്. ഇനി ദേശീയ സെക്രട്ടറിമാരെന്ന് കേട്ടപ്പോൾ തന്നെ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്നു. അബിൻ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് അത് പരസ്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഒരു സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു അബിൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മത്സരിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അതൊക്കെയാണ്, ആ സ്വപ്നങ്ങളെല്ലാമാണ് പൊടിഞ്ഞു പോയത്. മാറ്റത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ദേശീയ തലത്തിൽ ബാലു? നിലവിൽ മാറ്റത്തിന് ഒരു സാധ്യതയുമില്ല എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കിയത്. അബിൻ വർക്കിക്ക് ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം, അതായത് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ ദേശീയ സെക്രട്ടറിമാരെയും നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തതെന്നും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഈ ഐ ഗ്രൂപ്പിനും പ്രത്യേകിച്ച് അബിൻ വർക്കിക്കും ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനുവൽ പ്രകാരം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന അധ്യക്ഷൻ അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തെത്തുന്ന വ്യക്തിക്ക് ഈ സ്വാഭാവികമായും അധ്യക്ഷ പദവി ലഭിക്കണം എന്നതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്നാണ് ഇപ്പോൾ ഉദയ് ഭാനു ചിബ് പറഞ്ഞത്. ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ നേരത്തെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തികളെ അല്ല, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതായി വോട്ട് കിട്ടിയ വ്യക്തിയെ അല്ല പ്രസിഡന്റ് ആക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ദേശീയ അധ്യക്ഷൻ പറയുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.